ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു പോപ്പപ്പ് കാർഡാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ആ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കും. ഇനി അതിന് വീണ്ടും നമ്മൾ പകുതിയാക്കിയിട്ട് ബാക്കിലോട്ട് മടക്കി കൊടുക്കുകയാണ്. രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക. ഈ സെൻറ്ററിലുള്ള പേപ്പർ പീസിൽ 0.5 സെൻറ്റിമീറ്ററിൽ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിലും താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെൻറ്ററിലുള്ള പീസിൽ മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്ക് ചെയ്തുകൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ിട്ടുള്ള ലൈനിൽ നിന്ന് 0.5 സെൻറ്റിമീറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും 0.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ആ പോയിന്റിക്ക് ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇനി ഈ ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ക്രിസ്മസ് ട്രീൻ്റെ ആ ടോപ്പ് കട്ട് ചെയ്യുമ്പം കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പേപ്പറിൽ നിന്ന് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ആ പേപ്പറിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു A4 ഷീറ്റിൻ്റെ പകുതി പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാർഡിൽ വരച്ചിട്ടുള്ള ആ ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പ് ഈ പേപ്പർക്കൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ കാർഡിലുള്ള ട്രീൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അതേ സൈസിൽ തന്നെ നമുക്ക് വേറൊരു ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ആ പേപ്പറിൽ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഔട്ട്ലൈന് മാത്രമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അതിൽ നമ്മൾ ലീവ്സൊക്കെ വരുന്ന ആ ഒരു ഭാഗവും കൂടെ വരച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ ക്രിസ്മസ് ട്രീൻ്റെ മുകൾ ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ആ സ്റ്റെമ്മ് വരുന്ന ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് വൈറ്റ് പേപ്പറിൽ ബ്രൗൺ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളടുത്ത് ബ്രൗൺ കളറായിട്ടുള്ള എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത പേപ്പറോ അല്ലെങ്കിൽ കളർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് ഒരു പിങ്ക് കളർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വെച്ചിട്ട് ലീവ്സുകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് കളർ ഉപയോഗിച്ചിട്ടാണ് ക്രിസ്മസ് ബോളുകൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ലീവ്സും ക്രിസ്മസ് ബോളും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കാണുന്ന ആ ഒരു സ്പേസുകൾ പെൻസിൽ കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രയോൺസ് വെച്ചിട്ടോ ലൈറ്റ് ഗ്രീനൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ താഴെ മേരി ക്രിസ്മസ് എന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കാർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിഷസ് കോട്ട്സൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയ സ്റ്റാറുകളൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വൈറ്റ് പേപ്പറിന് പകരം ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് പേപ്പർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്